സഹോസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ അതിഥിയെ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. ആരായിരിക്കും നമ്മുടെ സർപ്രൈസിംഗ് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആ വ്യക്തിയെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും. ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന, കുറേ കാലം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു, ഇന്നും ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ സുഹൃത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഔസേപ്പ് ചേട്ടൻ നമസ്കാരം. ഔസേപ്പ് ചേട്ടനെ നമ്മൾ പരിചയപ്പെടും. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒത്തിരി മനുഷ്യർക്ക് മാതൃകയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചൊരു മനുഷ്യനാണ് അല്ലേ? ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു മനുഷ്യൻ. ഔസേപ്പ് ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താവോ? ഔസേപ്പ് ചേട്ടൻ്റെ പേര്, ഇപ്പോൾ സ്ഥലം, അതുപോലെ തന്നെ വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ പേര് ഔസേപ്പച്ചൻ, വീട്ടുപേര് പുതുമന, കൊട്ടുകാപ്പള്ളി പുതുമന. ഞാനിപ്പോൾ തൊടുപുഴ വാഴക്കുളത്ത് താമസിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 50 വർഷം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്ത് താമസിക്കുകയായിരുന്നു. കൃഷിക്കായിട്ട് അവിടെ പോയെങ്കിലും ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു സഹോദരങ്ങളെ പോലെയൊക്കെ പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹത്തിൽ മാതാപിതാക്കൾ അറിയാതെ ഞാനൊരു കുറുക്കുവഴി തേടിപ്പോയി. അതായിരുന്നു മദ്യവ്യവസായം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ആദ്യകാലങ്ങളിൽ മദ്യവ്യവസായം നടത്തി, ലേലം വിളിച്ച് നടത്തി വന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പാർട്ണർഷിപ്പൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് ഒരു ബാർ ഹോട്ടലിൻ്റെ ഓണറാകണം. ആ ഒരു ആഗ്രഹത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് ഗവൺമെൻറ് സ്ഥലമെടുത്തു. ഞാൻ അതിൻ്റെ സമീപത്ത് പോയി സ്ഥലമെടുത്തു. ബസ് സ്റ്റാൻഡ് പണി തുടങ്ങി, ബസ് സ്റ്റാൻഡ് പണി കഴിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബാറിൻ്റെ ലൈസൻസ് എനിക്ക് കിട്ടി. ആ ബാറിന് ഞാനൊരു പേര് കൊടുത്തു, കാവേരി ബാർ, കാവേരി ഹോട്ടൽ, കാവേരി ബാർ. ഏത് വിധത്തിലും പണമുണ്ടാക്കണം എന്ന ഒരു വ്യഗ്രത മനസ്സിൽ കയറിയപ്പോൾ അതിനെ കണ്ടുപിടിച്ച കുറുക്കുവഴിയായിരുന്നു. ആ പേരിൽ ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ തന്നെ പേരിടാൻ കാരണം. അങ്ങനെ ഞാൻ മദ്യവ്യവസായമൊക്കെ ആയിട്ട് നടത്ത് കാസർഗോഡ് ജില്ലയിലെ കൊച്ച് മുടിചൂട മലനായി മുന്നോട്ട് പോകുന്ന കാലത്ത് എൻ്റെ മാതാപിതാക്കൾ തറഞ്ഞു. മാതാപിതാക്കൾ തൊടുപുഴ തലനാട് പള്ളി ഇടവകക്കാരാണ്. അവർ തറഞ്ഞു, എന്നെ ഇരുന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആയിടേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, 12 മക്കളുടെ അമ്മ, നല്ലൊരു അമ്മച്ചി, ഒരു ധ്യാനം കൂടാനിടയായി. ദൈവത്തിൻ്റെ വചനം 5 ദിവസം കേൾക്കാനിടയായി. ഫാദർ ജെയിംസ് മഞ്ഞാക്കളത്തിൻ്റെ ധ്യാനമായിരുന്നത്. ആ ധ്യാനവേളയിൽ സ്വർഗത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വലിയ ബോധ്യവും പ്രത്യാശയും അമ്മച്ചിക്ക് കിട്ടി. അന്ന് വരെ അത്ര ആഴത്തിൽ ആ ബോധ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെയൊക്കെ പള്ളിയോടും പ്രാർത്ഥിപ്പിക്കുകയും കൊന്തചൊല്ലും ഒക്കെ ചെയ്യുമെങ്കിൽ പോലും ശരിയായ ഒരു ആത്മീയത, അല്ലാതെ നമ്മുടെ ക്രൈസ്തവ ആത്മീയതയുടെ ആത്യന്തിക ലക്ഷ്യമായ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരാനും പറ്റിയിട്ടില്ല, അമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കാനും സാധിച്ചിട്ടില്ല. എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഈ അറിവ് കിട്ടിയ, ബോധ്യം കിട്ടിയ അമ്മച്ചി ഈ 12 പിള്ളേരുടെ ആത്മാവിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ, അവരുടെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തപ്പോൾ ഏറ്റവും പുറകിൽ ഞാനാണ്. കാരണം മദ്യം അല്പം സ്വല്പം കുടിക്കുന്നു, മദ്യം കൂട്ടുക്കുന്നു, എത്രയോ കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. ഈ ഒരു ബോധ്യം കിട്ടിയ അമ്മച്ചി എന്നെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കഠിന പരിശ്രമം നടത്തി. ഫോൺ അത്ര വിളിച്ചിട്ട് ഞാൻ, ഗവൺമെൻറ്റല്ലേ ബാർ ലൈസൻസ് തരുന്നത്, ഗവൺമെൻറ് വന്നില്ലേ മറ്റൊരു വ്യക്തി കൊടുക്കില്ലേ, ഈ ഒരു ബോധ്യത്തിൽ അമ്മച്ചിയെ തർക്കിച്ച് തോപ്പിക്കുമായിരുന്നു. ഈ സമയത്ത് അമ്മച്ചി, ആത്മരക്ഷയെക്കുറിച്ച് ബോധ്യമുള്ള അമ്മച്ചി, ആ തലനാട് പടി ഇടവക്കാരായ ഒരു 10ഓളം നല്ല വിശ്വാസികളെ വിളിച്ച് വീട്ടിൽ കൂട്ടി ഒരു ഞായറാഴ്ച അവർക്ക് കാപ്പിയെല്ലാം കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ 12 മക്കളിൽ 4-ാമൻ ഔസേപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ചോദിച്ചു, എന്താ അമ്മച്ചി അവന് കുഴപ്പം? അവനല്ലേ കഴിഞ്ഞ ആഴ്ച ഇവിടെ വലിയ കാറിലൊക്കെ വന്ന് അമ്മച്ചിക്ക് സമ്മാനമൊക്കെ നൽകിയിട്ട് പോയത്, അവന് വല്ല ക്യാൻസർ വല്ലതും ആണോ? അമ്മച്ചി പറഞ്ഞ ക്യാൻസറാണ് ശരീരത്തിലുള്ള ആത്മാവിന്. അവൻ പന്നിയെ മേയ്ക്കാൻ കാസർഗോഡ് പോയേക്കുക. അവൻ പന്നിക്കൂട്ടിലാണ് കിടക്കുന്നത്. അവൻ്റെ ദൂർത്തപുത്രനാണ്. അവന് യേശുവിനെ അറിയണം, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ വേണം, പിന്നെ എല്ലാ അശുദ്ധിയിൽ നിന്ന് അവനെ മോചനം കിട്ടണം. എന്നെ എത്ര ഫോൺ വിളിച്ച് പറഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ല. നമുക്ക് ഈശോയോട് പറയാം. എല്ലാവരുടെയും ഓരോ ജപമാല എടുത്ത് കൈ കൊടുത്ത് അവരെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ അറിയുന്നത്, അമ്മച്ചി മരിച്ചത് 95-ലാണ്. ഞാൻ അറിയുന്നത് 2010 വിവരം ഞാൻ അറിയുന്നത്. ആ സമയത്ത് അമ്മച്ചിയുടെ കൂടെ പ്രാർത്ഥനപ്പെട്ട ഒരാൾ ഞാനിവിടെ തൊടുപുഴ അടുത്തൊരു പള്ളി ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ എന്നോട് ആ രഹസ്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ ഇതുമാത്രം എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് നമുക്കറിയാമെങ്കിലും എൻ്റെ ജീവിതത്തിൽ അനുഭവമായി വന്നു. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ചില തട്ടുമുട്ട് കിട്ടാൻ തുടങ്ങി. അമ്മച്ചി ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, സ്വർഗത്തിൻ്റെ പ്രത്യാശ കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചെങ്കിൽ പോലും എൻ്റെ ആത്മാവ് രക്ഷപ്പെടണമെന്നറിഞ്ഞ മനസ്സിലാക്കി അതിൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെറുത് തട്ടും മുട്ടും 8-8 16, പക്ഷേ എനിക്ക് 17 പോവാം, അല്ലെ 15 ആകുന്നു, 16 ആകുന്നില്ല. ഇഷ്ടംപോലെ വാഹനം, ഇഷ്ടംപോലെ പണം, ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട്, പോലീസ് സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിലും അടിച്ചു പൊളി ജീവിക്കുന്നെങ്കിൽ പോലും മനസ്സമാധാനമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിൽ ഞാൻ ഒരു സ്മോളൊക്കെ കഴിച്ച് എൻ്റെ സമാധാനത്തെ വീണ്ടെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഈ സമയത്താണ് എൻ്റെ കാഞ്ഞിരപ്പള്ളിയുള്ള എൻ്റെ പെങ്ങൾ റോസമ്മ, കൊച്ചായുടെ ടെൻഷനെല്ലാം മാറും, കൊച്ചായി മഞ്ഞാക്കലച്ചൻ്റെ ധ്യാനം കൂടണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ ടെൻഷൻ മാറാൻ വേണ്ടി
ഞാൻ ധ്യാനിക്കാൻ പോയി 1989 ഡിസംബർ മാസത്തിൽ. ആദ്യ ദിവസം തന്നെ ദൈവം സ്നേഹമാകുന്നു എന്നായിരുന്നു അച്ഛൻ്റെ ക്ലാസ്. ദൈവം സ്നേഹമാണെന്ന് അച്ഛൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ലേ, എല്ലാ അച്ഛന്മാരും പറയാറുണ്ടല്ലോ, ബൈബിളിൽ പറയാറുണ്ടല്ലോ. പക്ഷേ അച്ഛൻ പറഞ്ഞതല്ല, ദൈവം സ്നേഹമാകുന്നുള്ള അറിവ് പോരാ, അനുഭവം വേണം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു. നീ ദൈവത്തെ അറിയാതെയും സ്നേഹിക്കാതെയും അശുദ്ധിയെ ജീവിച്ചാൽ പോലും, ദേവാലയത്തിൽ പോകുന്നില്ലെങ്കിൽ പോലും, ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ പോലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നമ്മളൊക്കെ സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കുന്നത്. ദൈവം വിശുദ്ധി ഇല്ലാത്തവരെ സ്നേഹിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കാത്തവരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉൾക്കാഴ്ച അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ ജീവിതത്തിൽ വലിയ ഒരു അപകടത്തിൽ നിന്ന് ദൈവം അച്ഛനെ അത്ഭുതരാമനെ രക്ഷപ്പെടുത്തിയൊരു സംഭവം പറയുക. അച്ഛൻ പറയാണ്, ആ രക്ഷപ്പെട്ട ആ സംഭവമാണ് ഞാനും ഈശോ ഇത്രയും സ്നേഹിക്കാൻ കാരണം, ഞാനൊരു വചനപ്രഘോഷമാണ് കാരണം, ഞാൻ ഈശോയെ പകരാനുള്ള കാരണം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എൻ്റെ പോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലം ജീവിതം ചിന്തിക്കണം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാതെ ആരാധിക്കുകയും ജീവിച്ച കാലഘട്ടത്തിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന നിരവധിയായ അപകടങ്ങളെന്നും ആപത്തുകളും ദൈവം നമ്മളെ രക്ഷപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ ഓർമ്മയിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ഒരു 5 മിനിറ്റ് സമയം നിശബ്ദമായിട്ട് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാതെ ജീവിച്ച കാലഘട്ടത്തിൽ 28ാമത്തെ വയസ്സിൽ ദൈവം ചെയ്തൊരു വലിയ ഒരു കരുതൽ, ഒരു അത്ഭുതകരമായ വഴിനടത്തൽ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല. അന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തൊരു വ്യാപാരം നടത്തുകയാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കട തുറക്കും, രാത്രി 8:30 കട അടയ്ക്കും. ഞാൻ വീട്ടിലേക്ക് നടന്നാണ് പോവുക. എല്ലാ ദിവസവും നടന്നു പോകുന്ന ആ വഴിയിൽ ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ഒരു ടോർച്ചുമായിട്ടാണ് പോകാനിട വന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അന്ന് നൽകിയ ടോർച്ച് പിടിച്ച് ഞാൻ വഴിയിലേക്കൂടെ എൻ്റെ വീട്ടിലേക്ക് 8:45 മണി സമയത്ത് നടന്നു പോകുമ്പോൾ ഒരുപാട് നീളമുള്ളൊരു മഞ്ചട്ടിപ്പാമ്പ് റോഡിന് മേലെ അങ്ങനെ കിടക്കുക. അന്ന് എനിക്ക് 28 വയസ്സേ ഉള്ളൂ. ഏത് പാമ്പിനെ കണ്ടാലും തല്ലിക്കൊള്ളാൻ ധൈര്യമുള്ള ഞാൻ ഈ വലിയ പാമ്പിൻ്റെ മുന്നിൽ ഭയപ്പെട്ടു പോയി. ഈ ടോർച്ച് ഉണ്ടായിരുന്നുകൊണ്ട് ഈ പാമ്പിനെ കാണാനും ചവിട്ടാതിരിക്കാനും സാധിച്ചു. അത് കടിച്ചിരുന്നെങ്കിൽ ഞാനിതിവിടെ ജീവിച്ചിരിക്കില്ല. ഞാൻ പെട്ടെന്ന് വഴിമാറി വീട്ടിൽ ചെന്ന് തോക്കെടുത്തെന്ന്, എനിക്ക് ലൈസൻസുള്ള തോക്കുണ്ട്. ഈ തോക്കിന് ഞാൻ പാമ്പിനെ കൊന്നു. ഒരു വലിയ മഞ്ചട്ടി പാമ്പ് ഒരു വലിയ കുഴി കത്തിട്ട് മൂടി, മണ്ണിട്ട് മൂടി, കല്ല് മുളി വെച്ചിട്ട് ഞാൻ അന്ന് പറഞ്ഞിട്ട് സമയം നല്ലതാണ്, ഞാൻ ഭാഗ്യമുള്ളവനാണ്. പക്ഷേ ഏശയ്യാ 49:15 മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മ മറക്കുമോ, അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്നുള്ള ദൈവത്തിൻ്റെ അതിശക്തമായ സ്നേഹവചനം എന്നെ ചിന്തിപ്പിച്ചു. അന്ന് ആ സുഹൃത്ത് ആ ടോർച്ച് തന്ന് വിട്ടില്ലായിരുന്നെങ്കിൽ, 6 വർഷം ഞാൻ ഇരട്ടത്ത് പോകുന്ന വഴിയാണ്. അന്ന് ആ വ്യക്തി ആ ടോർച്ച് തന്ന് വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് ആ പാമ്പിൻ്റെ ഉള്ളിൽ കയറി ചവിട്ടും, അത് കടിക്കും. അന്ന് തീർന്നേ യോസേപ്പച്ചൻ. അന്ന് വിശുദ്ധിയില്ലാതെ, ദൈവത്തെ അറിയാതെ, കുമ്പസാരോ ഉദാശകളോ ഇല്ലാതെ അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ നരകത്തിൻ്റെ അടുത്തിട്ട് എനിക്ക് ഉറപ്പാണ്. ഇന്നും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ അഭിമാനത്തോടെ ഞാൻ വിശ്വസിക്കുന്നു, പറയാൻ തയ്യാറാകുകയാണ്, ഇന്നിപ്പോൾ ഇവിടെ ഒരു മരണം സംഭവിച്ചാൽ ഞാൻ എൻ്റെ ഈശോയുടെ അടുത്തെത്തും. അതാണ് ഇന്നത്തെ എൻ്റെ ധൈര്യം, അതാണ് ഇന്നത്തെ എൻ്റെ മനസ്സ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യം അച്ഛൻ്റെ ആ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടി. ദൈവം എന്നെ വ്യക്തിപരമായി ഇത്രയധികം സ്നേഹിക്കുന്നുള്ള തിരിച്ചറിവ് അതെനിക്ക് വളരെയധികം സന്തോഷം നൽകി. വളരെയധികം സന്തോഷം കൊണ്ട് കരഞ്ഞു പോയ ദിവസങ്ങളാണത്. പിറ്റേ ദിവസം പാപത്തിന് ക്ലാസ്സാണ്. ഈ പാപത്തിന് ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം ഇതാണ്: ഞാൻ ചോദിക്കാതെ, ഞാൻ പ്രാർത്ഥിക്കാതെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാതെ ഉദാശയില്ലാതെ ജീവിച്ച കാലഘട്ടത്തിൽ പോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന ആ വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എൻ്റെ ദൈവത്തെയാണല്ലോ ഞാൻ ഈ പാപമെല്ലാം ചെയ്ത് വേദനിപ്പിച്ചത്, മദ്യം കൊടുത്ത് മറ്റുള്ളവരെ വിഷമിപ്പിച്ച് നശിപ്പിച്ചത്. ഈ ചിന്തയെല്ലാം കൂടെ എൻ്റെ മനസ്സിൽ വന്നു. വളരെ നല്ലൊരു കുംഭസ്ഥാനത്തിന് വേണ്ടി ഞാൻ അടഞ്ഞു. ആ കുംഭസാരമാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദകരമായ നിമിഷം. ഞാൻ ഇന്നും മറക്കാത്ത സമയമാണ്. 1000 കിലോ ഭാരം എൻ്റെ തലയിൽ നിന്ന് പോയൊരവസ്ഥയാണ്. ആ 36ാമത്തെ വയസ്സിൽ ആ ഒരു നല്ല കുംഭസാരത്തോടെ ഈശോയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിച്ചെന്ന് മാത്രമല്ല, അതിനുശേഷം അവിടെ കേട്ട ഓരോ വചനങ്ങളും എൻ്റെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തി. മർക്കോസ് 8:36-37 മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് ഫലം? നിൻ്റെ ആത്മാവിന് മറവിലെ നീ എന്ത് കുട്ടുക്കും? ഈശോ ഈ ഭൂമിയിൽ വന്ന് വചനം പറഞ്ഞ് കുരിശിൽ പിടഞ്ഞു മരിച്ചത് എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ മാത്രമല്ല, ലോകത്തുള്ള 650 കോടി ജനങ്ങളെ ആത്മരക്ഷയ്ക്കാണ് എന്നുള്ള തിരിച്ചറിവ് കിട്ടി. ഞാൻ അവിടെ കേട്ട ഓരോ വചനവും മനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മദ്യവ്യവസായം വലിയൊരു കൊടിയ പാപമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ വചനം മർക്കോസ് 9:42. ഈ ചെറിയവരിൽ ഒരുവന് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നവനാരോ അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി കടലിച്ചാടുന്നതാണ്. പാപം മദ്യം കുടിക്കുന്നേക്കാൾ വലിയ പാപമാണ് മദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പാപം ചെയ്യുന്നേക്കാൾ വലിയ പാപമാണ് മറ്റുള്ളവരെ പാപത്തിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. ഞാൻ സ്വന്തമായ സ്ഥലമെടുത്ത് കെട്ടിടം കെട്ടി
ഈ ലോകത്തിൻ്റെ വലിയ അംഗീകാരം നേടിക്കൊണ്ടിരുന്ന ലക്ഷങ്ങൾ കോടികൾ വരുമാനം ലഭിക്കാമായിരുന്ന കാസർഗോഡ് കാവേരിമാറ്, മദ്യവ്യവസായം, മദ്യപാനം, മറ്റ് പാപത്തിൻ്റെ വഴികൾ, കൈക്കൂലി, അഴിമതിയെല്ലാം അന്ന് ആ ധ്യാനത്തെ വെച്ച് എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ മകനായി തീരാൻ സാധിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം. ആ നിമിഷം കൈവന്ന ഞാൻ അതിനുശേഷമുള്ള ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. പാപം ചെയ്ത് മദ്യം കൊടുത്ത് 10,000 നശിപ്പിച്ച് ഞാൻ 10,000 ലക്ഷങ്ങളെ നേടാൻ വേണ്ടി ഡിവൈനിലും അട്ടപ്പാടിയിലും ശാലോം ടി വിയിലും തുടങ്ങി 10-200 പള്ളിയിൽ കപ്പേളകളിലും അൾത്താരുകളിലും 10-15 ലക്ഷം ജനങ്ങളുടെ മുന്നിൽ യേശുവിൻ്റെ സ്നേഹമുള്ള സുവിശേഷം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനായി മകളായി ഒരു സുവിശേഷകനായി മാറാൻ ദൈവം എന്നെ അനുവദിച്ചു, അഭിഷേകം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ജീവിത സാക്ഷ്യം. അവസരം ചേട്ടാ, നമ്മൾ വലിയൊരു ബാറും സമ്പത്തും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു പോന്നു. എന്നെങ്കിലും അത് ഉപേക്ഷിച്ചത് ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? കുറവായിട്ട് തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ അത്രയും പേരെ മദ്യം കുടിച്ച് നശിപ്പിച്ചല്ലോ ദൈവത്തിൻ്റെ മക്കളെ. ദൈവം രക്തം നൽകി യേശു വീണ്ടെടുത്ത മക്കളെ നശിപ്പിച്ചല്ലോ എന്നുള്ള ഒരു പാപബോധം ഇന്ന് എന്നെ അലട്ടുകയാണ്. കുറ്റബോധമല്ല, പാപബോധം. കാരണം യേശു അതെല്ലാം ക്ഷമിക്കും. പക്ഷേ എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ നശിപ്പിച്ചെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ ഈ ഡിവൈനിലും അതുപോലെ ശാലോവിലും അട്ടപ്പാടിലുമൊക്കെ ക്ലാസ് കേട്ട് വേറെ 7 പേര് ബാർ ഹോട്ടൽ അടച്ചവരുണ്ട്. ആയിരക്കണക്കിന് തൊഴിലാളികൾ മദ്യ ഫീൽഡിലെ ജോലി വേണ്ടെന്ന് വെച്ചവരുണ്ട്. 10,000 മദ്യപാനം നിർത്തിയവരുണ്ട്. അങ്ങനെ വലിയൊരു സന്തോഷം എനിക്ക് എൻ്റെ പുറകിലുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ കിട്ടിയ അവസരത്തിനായി ഞാൻ കൂടാനുകൂടി നന്ദി പറയുകയാണ്. ഇന്നും പലരും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, കുറേ സമ്പാദിക്കണം, കുറേ സമ്പത്തുണ്ടാക്കണം. അതുപോലെ ഏത് രീതിയിലും അഴിമതിയിലൂടെയാണല്ലോ, മറ്റുള്ള ചതിച്ചുകൊണ്ടാണെങ്കിലും, പിന്നെ ഏത് വ്യാപാരം നടത്തിയാണെങ്കിലും കുറേ കാശുണ്ടാക്കണം. അതിനുവേണ്ടി എല്ലാ രീതിയും പല വഴികൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവർ മറ്റുള്ളവരെ കൊന്നിട്ടാകാം, മോഷ്ടിച്ചിട്ടാകാം, കാശ് വേണം. എനിക്കൊന്നേ പറയാനുള്ളൂ. യാക്കോബ് 1:15 ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം പൂർണ്ണ വളർച്ചയെന്നപ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഈ പണത്തിന് പുറകെയുള്ള നെട്ടോട്ടം, പണത്തിന് ഈശോ പറഞ്ഞേക്കുന്ന പേര് മാമോൻ എന്നാണ്. ദൈവത്തെ മാമോനെ വിളിച്ചു നിശ്ചയിക്കാൻ സാധ്യമല്ല. യേശുവിനെ അറിയാത്തൊരു വ്യക്തി അങ്ങനെ ചെയ്തിരിക്കും. യേശുവിനെ അറിഞ്ഞ വ്യക്തി, യേശു എന്തിനാണ് ദൈവം തൻ്റെ മകനെ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്, യേശു എന്തിനു വേണ്ടിയാണ് കുരിശിത്രയും വേദനിച്ച് പിടഞ്ഞ് മരിച്ചത്, ഇതെല്ലാം ഒരു വ്യക്തിക്ക് ഉൾക്കാഴ്ച ലഭിച്ചു കഴിഞ്ഞാൽ, മരണാനന്തര ജീവിതമുണ്ടെന്നുള്ള ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ, ആ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാപം ചെയ്യാൻ സാധ്യമല്ല, അവനെ വഞ്ചിക്കാൻ സാധ്യമല്ല, അവൻ്റെ സമ്പത്ത് എടുക്കാൻ സാധ്യമല്ല. അവൻ ഈശോയ്ക്ക് വേണ്ടി അവൻ്റെ എല്ലാ മദ്യവ്യവസായം മാത്രമല്ല എല്ലാ തെറ്റായ വരുമാന മാർഗങ്ങളും വെണ്ടെന്നോക്കാൻ അവൻ തയ്യാറാകും. കാരണം അവൻ്റെ ലക്ഷ്യ സ്വർഗമാണ്, നിത്യജീവന്. ഒരു ലക്ഷ്യബോധം വരാത്തതുകൊണ്ടാണ് നമ്മളിൽ പലരും ഇങ്ങനെ കൈക്കൂലിയിലും അഴിമതിയിലും കരിഞ്ചന്തയിലും മദ്യവ്യവസായത്തിലും ബ്ലേഡിലും കുടുങ്ങിക്കിടക്കാനുള്ള കാരണം ഈശോയെ ശരിക്കും നമ്മൾ കൊടുക്കാത്തതാണ് എൻ്റെ കാരണം. യേശുവിൻ്റെ വ്യക്തി അറിയാൻ സാധിച്ചാൽ ആ നിധിയിരിക്കുന്ന വയൽ കണ്ടെത്തിയ കർഷകൻ തനിക്കുള്ള വില കുറഞ്ഞ കൃഷിസ്ഥലമെല്ലാം വിറ്റിട്ട് നിധിയിരിക്കുന്ന വയൽ സ്വന്തമാക്കി. ഞാൻ ഒരു കാലത്ത് നിധിയെന്ന് കണക്കാക്കി കെട്ടിപ്പിടിച്ചിരുന്ന പണവും ഈ തെറ്റായ പെരുമാറങ്ങളും എല്ലാം ഉച്ഛിഷ്ടമായി ചപ്പും ചോർമയത്തെല്ലാം സാധിച്ചത് യേശു എന്ന യഥാർത്ഥ നിധിയെ കണ്ടുകൊണ്ടുമാണ്. ആ യേശു എന്ന നിധി, യേശുവിൻ്റെ പ്രകാശം ഒരുവൻ്റെ ഉള്ളിൽ കടന്നു വന്നാൽ അവൻ നിഷ്കപടനാകും, അല്ലെങ്കിൽ വിശുദ്ധനായി തീരും. അവന് ഒരാളെ ചതിക്കാനോ വഞ്ചിക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ ഇക്കാലം വരെയുള്ള അനുഭവം. നിത്യജീവനെക്കുറിച്ചുള്ള അറിവ്, ഈശോയെക്കുറിച്ചുള്ള അറിവ്, അതാണ് അവസരം ചേട്ടനെ ഈ ഒരു മാറി ചിന്തിക്കാനും ഈശോ കൊണ്ട് ജീവിക്കാനും സഹായിച്ചല്ലേ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ സംസാരത്തിൻ്റെ ഒരു ചെറിയൊരു അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കുറേ അധ്യായങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതുകൊണ്ട് അടുത്ത സെഷൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രേക്ഷിത ജീവിതം, അവസാനിപ്പിച്ചതിൻ്റെ പ്രേക്ഷിത ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, നിന്റെ സ്നേഹത്തിനും പരിപാലനയ്ക്കും എന്ന് പറയുന്നു. പ്രത്യേകമായിട്ട് അവസാനിപ്പിച്ചതിലൂടെ അങ്ങ് അനേകരെ അങ്ങിലോട്ട് അടുപ്പിക്കുന്നതിന് ഓർത്തെന്ന് പറയുന്നു. ഈശോയെ, ഇദ്ദേഹത്തിന് എല്ലാവിധ കൃപാവരങ്ങളും നിറയ്ക്കണമേ. അതുപോലെ തന്നെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ആളുകളിൽ ഈശോയെ അങ്ങ് ഇടപെടുകയും അവർക്ക് ആവശ്യമായ മാനസാന്തരം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധാമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃതി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.